Listen, Mahesh, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. I've never seen you this nervous. ഇത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്വേത. And you know about it. ഇതിൽ എന്താ ഇപ്പോൾ സ്ട്രേഞ്ച് ആയിട്ടുള്ളത്? I just think you had a panic attack and your mind is not ready to accept it. So probably your mind is creating some stories about it. അങ്ങനെ മനസ്സ് കഥ കെട്ടിച്ചമയ്ക്കാൻ തുടങ്ങിയാൽ അതിന്റെ പേരാണ് മെന്റൽ ഇൽനെസ്. Listen, Mahesh, just don't take this too far, okay? KLW097 ഇതാണ് എൻ്റെ ഓർമ്മയിൽ എന്നെ ഇടിച്ചിട്ട ലോറിയുടെ നമ്പർ. അതും കൂടെ ഫേക്ക് ആണെന്ന് തെളിഞ്ഞാൽ ഐ വിൽ അക്സെപ്റ്റ് യുവർ വ്യൂ ശ്വേത. മൈ മൈൻഡ് മൈറ്റ് ബി ക്രിയേറ്റിംഗ് സം സ്റ്റോറീസ്. ഹായ്. പറയൂ. സുധീ സർ. ഓ ഹായ് സർ, ഐ എം ഡോക്ടർ മഹേഷ്. ആ സാറേ ഇരിക്കും. താങ്ക് യു. ജെയിൻ ഡോക്ടറിനെ വിളിച്ചിരുന്നു. ആ അത് വെബ്സൈറ്റിൽ കാണാത്തതുകൊണ്ടാണ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ അതത്ര വലിയ പണിയൊന്നുമല്ല. ഈ KLW097 എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പഴയ ലോറിയാണ്. ഒരു ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലോറി ഡിസ്പോസ് ചെയ്തിട്ട് 15 വർഷമായി. ഇതിൻ്റെ ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടുള്ളത് 2003-ലാണ്. അത്രയും പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത്. ഈ ലോറി ആരുടെ പേരിലാണ്? ഓണറുടെ അഡ്രസ് ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു. ശരി. സൂക്ഷിച്ചോടെ വീഴും. എന്തായി തനുവിന്റെ അഡ്മിഷൻ? നോക്കുന്നുണ്ട്. നമ്മള് വില്ലയിലെ കുറച്ച് കുട്ടികൾ പോണ സ്കൂളിൽ വിടാന്ന് ആലോചിക്കണേ. അതാവുമ്പോ കമ്പനി ഉണ്ടാവുമല്ലോ. ഭവൻസ് ആണോ? അഡ്രസ് കിട്ടിയ സ്ഥിതിക്ക് അവിടം വരെ ചെന്നൊന്ന് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. വെറുതെ എന്തിനാ? അതെ, നിങ്ങൾ ഈ സർജൻസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് എല്ലാത്തിനും ഒരു സർജിക്കൽ അപ്രോച്ചോടെ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇഗ്നോർ ചെയ്താൽ തലേന്ന് പോകുന്ന പ്രശ്നമാണെങ്കിൽ എന്തിനാ അത് വെറുതെ കീറി മുറിച്ച് പരിശോധിക്കുന്നത്? പരിശോധിക്കണം. ഇത്രയും അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം ജീവിതത്തിലുണ്ടായാൽ ആർക്കെങ്കിലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഡോക്ടറിന് പറ്റുമോ? ഇത് ഇഗ്നോർ ചെയ്യുന്നതിന്റെ കാര്യമല്ല ഡോക്ടർ. ദ ഫാക്ട് ഈസ്, എന്നെ തട്ടി എന്ന് പറയുന്ന ഈ ലോറിയുടെ നമ്പർ ശരിയാവുന്നത് വരെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഫാന്റസി സ്റ്റോറി ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇതിനെ കണ്ടിട്ടുള്ളത്. ശ്വേത അത് എന്നോട് തുറന്നു പറയുകയും ചെയ്തതാ. അയ്യോ, അത് ഞാൻ ആ സെൻസിലല്ല അത് പറഞ്ഞത്. വിടും. 15 വർഷം മുമ്പ് പൊളിച്ച ലോറി ഇന്നലെ വന്ന് തട്ടിന്നുള്ളതിന്റെ ഫാന്റസി പാട്ട് നമുക്ക് വിടാം. അത് ആരെങ്കിലും ആ നമ്പർ വെച്ച് ഫേക്ക് ചെയ്താണെങ്കിലോ? ആവാം. പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് ചെന്ന് കാണണം. ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ. അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേക്ക്. എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ഇഗ്നോർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. ആരാ? ആന്റണി ചേട്ടൻ. ഞാൻ വിളിക്കാം. ഓ ആരാ? നമ്മൾ തമ്മിൽ അറിയില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ KLW097 ചേട്ടന്റെ ലോറിയില്ലേ? ആയിരുന്നു. അതിനിപ്പോ ആ ലോറി ഇല്ലല്ലോ. അതറിയാം. ആ വണ്ടി ചേട്ടൻ്റെ ഉണ്ടായിരുന്നപ്പോൾ പറ്റിയൊരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞ ആ ലോറി പൊളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലായി. അല്ല, ആ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പറഞ്ഞ ആക്സിഡന്റിനെ പറ്റി ഇപ്പം എന്തിനാ ചോദിക്കുന്നത്? ചേട്ടാ, ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ടോ? നോക്കണം. ഇവിടെയൊന്നും കാണാനില്ല. തട്ടിയതാടാ, നീ കണ്ടില്ലേ? ഞാൻ കണ്ടതാ, എന്തോ തട്ടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. എടാ, എന്നിട്ട് ആളെവിടെ? ഞാൻ അപ്പുറം നോക്കാം. 10-15 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടല. ഇപ്പൊ സാറ് പറയുന്നോട് കേട്ടപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? അമീർ. അയാൾ ഭ്രാന്തനാണോ ഭ്രാന്ത് അഭിനയിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ളൂ. ആളെ തട്ടിയതടക്കം. അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ചേട്ടന് ഓർമ്മയുണ്ടോ? ഇല്ല സാറേ, അതിന് മാത്രം സമയമൊന്നും ആ അപകടത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ തട്ടി, അതുറപ്പാ.
സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. ആശാനെ, അവനെ ക്യാബിനിൽ കാണാനില്ല. ഈ അമീറിനെ പറ്റി ചേട്ടന് വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. അന്ന് അയാൾ ഏതോ കൊച്ചു ത്രേസ്യ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി ഏട്ടാ. താങ്ക് യു. വരട്ടെ. സാറേ, അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട്. ഒച്ചോ? അതെ സാറേ. ഓക്കെ. അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാണോ? അല്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടാ വരുന്നത്. അയാളെ കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഹൊറർ മൂഡാണ്. ഇതിപ്പോ ഹോളിവുഡ് പടം പോലെ ടൈം ട്രാവൽ ആക്കി കളഞ്ഞില്ലേ? ഹൊററായിരുന്നു വല്ല മന്ത്രവാദിയും പോയി കാണായിരുന്നു. ഇതിപ്പോ എന്ത് ചെയ്യുമെന്ന കൺഫ്യൂഷൻ. ഞാൻ ആക്ച്വലി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് തരാനാണ്. ഒരു റിയൽ ലൈഫ് സംഭവം. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം SMH ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അവിടുത്തെ സീനിയർ സർജൻ മധു ഡോക്ടർ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യം. എന്തായിരുന്നു കേസ്? കോളിസിസ്റ്റക്ടമി ആയിരുന്നു കേസ്. പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 24-25 ഇയേഴ്സ് പ്രായമുള്ള പെൺകുട്ടിയും. സർജറിക്ക് മുമ്പുള്ള പ്രീ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് ആള് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജിയെ കൊടുത്ത് ബെഡിൽ കിടത്തി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ECGയിലെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കണ്ടു. എല്ലാവരും പാനിക്കായിപ്പോയി. പിന്നെ കുറെ നേരത്തെ എഫേർട്സിന് ശേഷം ആള് സ്റ്റേബിളായി. എന്നിട്ട് സർജറി ഞങ്ങൾ അബോട്ട് ചെയ്തു. റിക്കവറി ഏരിയയിൽ വെച്ച് കോൺഷ്യസ് ആയ ഈ പെൺകുട്ടി പറഞ്ഞതാണ് ഹൈലൈറ്റ്. അൺകോൺഷ്യസ് ആയ ആ മൊമെന്റിൽ തന്നെ ഈ പെൺകുട്ടി ബൈക്ക് അപകടത്തിൽ 1 വർഷം മുമ്പ് മരിച്ചുപോയ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ അവരോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഈ ബോയ് ഫ്രണ്ട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നീട് ഇത് അന്വേഷിച്ചപ്പോൾ ഈ നടന്ന കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്നിട്ട് സർജറി റീഷെഡ്യൂൾ ചെയ്തോ? സർജറിക്ക് പേഷ്യന്റ് റെഡിയായിരുന്നു, ചെയ്യാൻ മധു സാറും. പക്ഷെ അനസ്തേഷ്യ ടീം സമ്മതിച്ചില്ല. പിന്നെ അവര് വേറെ എവിടെ പോയി ചെയ്തു എന്നാണ് കേട്ടത്. ഈ സംഭവം നമ്മുടെ ENTയിലെ വിനയകുമാർ സാർ ഒരു ആർട്ടിക്കിളായിട്ട് എഴുതി പബ്ലിഷ് ചെയ്തു. ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരാൾ മധു സാറിന്റെയും അന്നത്തെ അനസ്തേഷ്യ ടീമിന്റെ അപ്പോയിന്റ്മെന്റ് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് മധു സാർ ആദ്യം ഒന്നും അത്ര എന്റർടൈൻ ചെയ്തില്ല. പിന്നീട് ഒരിക്കൽ IMA ഹാളിലൊരു ഫംഗ്ഷന് പോയപ്പം ഈ കക്ഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നതല്ലേന്നോർത്തൊരു ഹാഫ് മൈൻഡിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ആൾ ഇന്റലക്ച്വലാണ്. ഇപ്പോഴും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. എന്താണ് അയാളുടെ ഐഡന്റിറ്റി? ആളൊരു ആംഗ്ലോ ഇന്ത്യനാണ്. ജോൺ മാസ്റ്റർ എന്നാണ് പേര്. എനിക്കെന്തോ ഡോക്ടർ അയാളെ ചെന്ന് കണ്ട ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരും തോന്നുന്നു. ആളൊരു മന്ത്രവാദിയോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. I think he can relate it somewhere.